അങ്ങനെയാണെങ്കിൽ ഇവിടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് റിങ്ങിൻ്റെ ഡയമീറ്ററിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം. അതിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ mr² എന്ന് നമുക്ക് തന്നിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? ജഡത്വാകൂർണനം എന്താണല്ലേ സംഭവം? എന്താ സംഭവം? മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ മലയാളം വാക്കാണ് ജഡത്വാകൂർണനം എന്നുള്ളത്. നമ്മുടെ HSA ഫിസിക്കൽ സയൻസിൻ്റെ സിലബസിൽ ഒന്നാമത്തെ മൊഡ്യൂളിൽ റൊട്ടേഷണൽ ഡൈനാമിക്സിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ജഡത്വാകൂർണനം എന്നത്. വളരെ വിശദമായി തന്നെ നമുക്കത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ജഡത്വാകൂർണനം അഥവാ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആശയങ്ങളാണ് ഇന്ന് ഈ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇനർഷ്യയാണ് നമുക്കറിയാമല്ലോ. മാസ് കൂടുമ്പോൾ ഇനർഷ്യ കൂടും അല്ലേ? നിശ്ചല ജഡത്വം, ചലന ജഡത്വം, ഗലീലിയോയുടെ കൺസെപ്റ്റൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ജഡത്വം എന്ന് പറയുന്ന ആശയം എന്തായിരുന്നു? അല്ലെങ്കിൽ ഇനർഷ്യ എന്ന് പറയുന്ന ആശയം എന്തായിരുന്നു? നിശ്ചലാവസ്ഥയിലാണെങ്കിൽ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനും, യൂണിഫോം സ്ട്രെയിറ്റ് ലൈൻ മോഷനിലാണെങ്കിൽ അങ്ങനെ തന്നെ തുടരാനുമുള്ള ഒരു ബോഡിയുടെ ടെൻഡൻസിയാണ് നമ്മൾ ലീനിയർ മോഷൻ അല്ലെങ്കിൽ റെക്റ്റിലീനിയർ മോഷനകത്ത് ജഡത്വം എന്ന് വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താ? മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുമ്പോൾ ഇതേ സംഭവം റൊട്ടേഷൻ മോഷനിൽ വരുന്നതാണ്. നമ്മൾ ട്രാൻസ്ലേഷൻ മോഷൻ അല്ലെങ്കിൽ ലീനിയർ മോഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ, രേഖീയ ചലനത്തിൽ മാസിന് എന്താണോ സ്ഥാനം, അതേ സ്ഥാനമാണ് നമ്മുടെ റൊട്ടേഷൻ മോഷനിൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയ്ക്കുള്ളത്. അതായത് മാസിന് അനലോഗായിട്ട് റൊട്ടേഷൻ മോഷനിൽ വരുന്ന ആളാണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് തന്നെയാണ്. റൊട്ടേഷൻ മോഷനിലാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാനും, അല്ല റെസ്റ്റിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസിയാണ് എന്നുള്ള രീതിയിൽ വേണം നമുക്കിതിനെ ഡിഫൈൻ ചെയ്യാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയൊക്കെയാണ് ജഡത്വാകൂർണനത്തെ പറയുന്നത് നോക്കാം. NCERT ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ കൺസെപ്റ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ ഭ്രമണം ചെയ്യുന്ന അല്ലെങ്കിൽ റൊട്ടേഷനിലുള്ള ഒരു വസ്തു കോണീയ ത്വരണത്തിനെതിരെ, ആംഗുലാർ അക്സലറേഷനെതിരെ സൃഷ്ടിക്കുന്ന പ്രതിരോധത്തിൻ്റെ അളവാണ് ജഡത്വാകൂർണനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി എന്താണോ ലീനിയർ മോഷനിൽ, രേഖീയ ചലനത്തിൽ മാസിനുള്ള സ്ഥാനം, അതേ സ്ഥാനമാണ് കോണീയ ചലനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന സർക്കുലാർ മോഷനിൽ, റൊട്ടേഷണൽ മോഷനിൽ ജഡത്വാകൂർണനത്തിന് മാസിന് ഈക്വലൻ്റ് ആയിട്ടുള്ള സ്ഥാനമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാം. ഇനി മൊമെൻ്റ് ഓഫ് ഇനർഷ്യ I എന്ന് പറയുന്നത് അതിൻ്റെ ജനറൽ ഇക്വേഷൻ എല്ലാവരും ഓർത്തിരിക്കണം, mr² ആണ്. M മാസും R എന്ന് പറയുന്നത് കണികയിലേക്കുള്ള ദൂരവുമാണ്. അതായത് ആ പാർട്ടിക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്നത്. അപ്പോൾ ഇത് mr², I = mr² എന്ന് പറയുന്ന ഈ ജനറൽ ഇക്വേഷൻ ഉറപ്പായും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. എമ്മിൻ്റെ യൂണിറ്റ് കിലോഗ്രാമും ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്ററും ആയതുകൊണ്ട് കിലോഗ്രാം മീറ്റർ² ആണ് നമുക്ക് mr² എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ SI യൂണിറ്റായിട്ട് കിട്ടുന്നത്. ഇനി ഒരു ദൃഢവസ്തുവിൽ നമ്മൾ ഒരുപാട് പാർട്ടിക്കിൾസിനെ കൺസിഡർ ചെയ്യുന്നു. M1, M2, M3, Mn മാസുള്ള കണികകൾ നമ്മുടെ ആക്സിസിൽ നിന്ന് പരിക്രമണ അക്ഷം, ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പരിക്രമണം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് പലപ്പോഴും കൺഫ്യൂസിംഗ് ആണ്. റൊട്ടേഷണൽ മോഷന് കറസ്പോണ്ടിങ് ആയിട്ട് അവർ മലയാളം വാക്കിൽ പരിക്രമണം ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്ക് അങ്ങനെ അല്ലെന്നറിയാം, ഭ്രമണമാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. എനിവേ അതൊന്നും ജനറലി അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ആയതുകൊണ്ടാണ് അത് വരുന്നത്. ചിലപ്പോൾ ക്വസ്റ്റ്യനിലും അങ്ങനെ വന്നാലും ഡൗട്ട് അടിക്കരുത്. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആ ഒരു പ്രശ്നം നിങ്ങളുടെ മനസ്സിലേക്ക് വരരുത്. അപ്പോൾ R1, R2, R3 ഡിസ്റ്റൻസിൽ M1, M2, M3, Mn അങ്ങനെ എക്സെട്ര അപ് ടു Mn എന്ന് പറയുന്ന രീതിയിൽ മാസുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അവയിലേക്കുള്ള ഡിസ്റ്റൻസ്, ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് R1, R2, R3 എക്സെട്ര അപ് ടു Rn എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അല്ലെങ്കിൽ ജഡത്വാകൂർണനം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിളിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ സം ആയിരിക്കും M1 R1² + M2 R2². അങ്ങനെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ജനറലി നമ്മൾ എഴുതുന്നത് mk² എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ആരാണ് ഈ K എന്ന് പറയുന്നത്? M എന്ന് പറയുന്നത് ക്യാപിറ്റൽ M ആയിട്ട് കൊടുത്തിരിക്കുന്നത് വസ്തുവിൻ്റെ ആകെ മാസും. ഇനി K ആരാ? കൂർണന വ്യാസാർദ്ധരവും എന്ന് പറയാം. അതിൻ്റെ അത്രയും മലയാളം ചോദിക്കൊന്നുമില്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കണം, ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതുകൊണ്ട്. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നതാണ് K എന്ന് പറയുന്നത്, റേഡിയസ് ഓഫ് ഗൈറേഷൻ. അപ്പോൾ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൻ്റെ കേസിൽ I = mk² എന്ന് എടുക്കാം. അപ്പോൾ വലിയ സംഭവങ്ങളൊന്നും ഇല്ലെന്ന്, I = mr² ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിൻ്റെ ഓരോ പാർട്ടിക്കിൾസിൻ്റെയും കാണുമ്പോൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ എല്ലാത്തിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ സം ആയിരിക്കും വരുന്നത്. ജനറലി ആ സിസ്റ്റത്തിനെ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്നുള്ള രീതിയിൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ വാല്യൂ വെച്ചുകൊണ്ട് mk² എന്ന് കാണിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ k² എന്ന് പറയുന്നത് നമുക്ക് k² എന്ന് പറയുന്നത് I/m എന്നുള്ള രീതിയിൽ ഇവിടുന്ന് എടുക്കാം അല്ലേ? I/m എന്നുള്ള രീതിയിൽ എടുക്കാം. അങ്ങനെയാണെങ്കിൽ K എന്ന് പറയുന്നത് റൂട്ട് ഓഫ് I/m ആണ്. റൂട്ട് ഓഫ് I/m എന്നുള്ള രീതിയിൽ നമുക്കതിനെ എടുക്കാനായിട്ട് സാധിക്കും. ഏത്? ഈ പറയുന്ന റേഡിയസ് ഓഫ് ഗൈറേഷൻ. എന്താ റേഡിയസ് ഓഫ് ഗൈറേഷൻ? ഒരു സിസ്റ്റത്തിൻ്റെ എൻ്റയർ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിലേക്കുള്ള ആ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു പോയിന്റിലെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ തന്നെ ആയിരിക്കും ആ വസ്തുവിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ആയിട്ട് നമ്മൾ എടുക്കുക.
ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നൊക്കെ നമ്മൾ വിളിക്കുക. ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കുക. റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ ഇക്വേഷൻ കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കാവുന്ന കാര്യം തന്നെയാണ്. ഇവിടെ ഒരു വസ്തുവിൻ്റെ ജഡത്വാകൂർണനത്തിന് മാസുമായുള്ള അനുപാതത്തിൻ്റെ വർഗ്ഗമൂലമാണ് കൂർണന വ്യാസാർജനം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എഴുതിയ ഇക്വേഷനിലെ ഇതൊന്നും കണ്ട് പേടിക്കല്ലേ, ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ മലയാളം വാക്കുകളെ എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ എഴുതിയ √I/m എന്ന് പറയുന്ന ആ ഡെഫിനിഷനെ തന്നെ അവർ സെൻറ്റൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്ന. എന്തിനാണ് ഇങ്ങനെയുള്ള മലയാളം വാക്കുകൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇൻ കേസ് അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നാലും അറിഞ്ഞിരിക്കണം. പക്ഷേ നിങ്ങൾക്ക് അത് മാറിപ്പോയിരിക്കാൻ വേണ്ടിയാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നുള്ള വാക്കിനെ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നു. കാരണം HSM ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്ന എക്സാം മലയാളത്തിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതുകൊണ്ടും NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ മലയാളം വെർഷൻ അവൈലബിൾ ആണ് എന്നുള്ളതുകൊണ്ടും ഈ വാക്കുകൾ കയറി വരാൻ മേലായൊന്നുമില്ല. അപ്പോൾ അത് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക എന്നുള്ളതാണ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നിർദ്ദിഷ്ട വസ്തുവിനോട് തുല്യമായ മാസുള്ള ഒരു കണം ഭ്രമണ അക്ഷത്തിൽ നിന്നും k ദൂരത്തിൽ വെച്ചാൽ അതിൻ്റെ ജഡത്വാകൂർണനം വസ്തുവിൻ്റെ ജഡത്വാകൂർണനത്തിന് തുല്യമായിരിക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്ന ആ k എന്ന് പറയുന്നതിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് വസ്തുവിൻ്റെ ഈക്വൽ ആയിട്ടുള്ള മാസുള്ള ഒരു പാർട്ടിക്കിളിനെ നമ്മൾ അതിനകത്ത് കൺസിഡർ ചെയ്യുകയും ആ പാർട്ടിക്കിളിലേക്ക് ഭ്രമണ അക്ഷത്തിൽ നിന്നുള്ള ദൂരത്തെ നമ്മൾ k എന്ന് പറയുന്ന റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്ന ആ ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. ജഡത്വാകൂർണനാണ് കൂർണന സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ തിയറം ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. രണ്ട് പ്രധാനപ്പെട്ട തിയറംസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. പാരലൽ ആക്സിസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും. തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ലംബ അക്ഷ നിയമം എന്നുള്ള സിദ്ധാന്തമാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. ജഡത്വാകൂർണനം അല്ലെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ലംബ അക്ഷ സിദ്ധാന്തമാണ് അല്ലേ. ഒരു പരന്ന പ്രതലമുള്ള വസ്തുവിനെ, ഒരു പരന്ന പ്രതലം അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള സർഫസ് ഉള്ള ഒരു വസ്തുവിനെ നമ്മൾ എടുക്കണം. പ്ലെയിൻ ആയിട്ടുള്ള ഒരു സർഫസ് ഉള്ളൊരു വസ്തുവിനെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലംബ അക്ഷത്തിന് ആധാരമായുള്ള ജഡത്വാകൂർണനം അഥവാ പെർപെൻഡിക്കുലർ ആയിട്ട് ഈ പ്ലെയിൻ ആയിട്ടുള്ള വസ്തുവിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് Z ആക്സിസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണിക്കാറുള്ള പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ആ പ്രതലത്തിന് തന്നെ പരസ്പര ലംബമായ അക്ഷങ്ങൾ ആധാരമായ ജഡത്വാകൂർണ തുകയ്ക്ക് തുല്യമായിരിക്കും. വലിയ സംഭവമൊന്നുമില്ലെന്നേ. ഇത് Z ആക്സിസ് ആണെങ്കിൽ ഇവിടെ എന്തുണ്ട്? X ആക്സിസ് ഉണ്ട്. X ആക്സിസ് ഇങ്ങനെയുണ്ട്, Y ആക്സിസ് ഉണ്ട് അല്ലേ. എക്സും വൈയും ആക്സിസുകൾ ഇങ്ങനെ പ്ലെയിനിലുണ്ട്. പെർപെൻഡിക്കുലർ ആയിട്ട് Z ആക്സിസും ഉണ്ട്. ഈ Z ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് X ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയ്ക്കും Y ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയ്ക്കും സമ്മിന് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയുന്നത്. അതായത് ഇത് ആർക്ക് മാത്രമേ ആപ്ലിക്കബിൾ ആവുള്ളൂ? പ്ലെയിൻ ആയിട്ടുള്ള പരന്ന പ്രതലമുള്ള വസ്തുവിന് മാത്രമാണ് ലംബ അക്ഷ സിദ്ധാന്തം വാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ് വാലിഡ് ആയിട്ടുള്ളത്. പഴയ ടെക്സ്റ്റ് ബുക്കുകളിലാണ് NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ ഇത് പഠിക്കാനുള്ളത്. ഡിഗ്രി ലെവൽ ടെക്സ്റ്റ് ബുക്കുകളിൽ നമുക്കിത് പഠിക്കാനുണ്ട്. ഡിഗ്രി ലെവൽ കണ്ടന്റ് ആയിട്ടാണ് ഇപ്പോൾ ഫിസിക്സിൽ ഇത് ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയിരിക്കുന്ന NCERT ടെക്സ്റ്റ് ബുക്കുകളുടെ ചാപ്റ്ററുകളിൽ അല്ലെങ്കിൽ റൊട്ടേഷൻ ഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററിൽ ഈ തിയറംസ് നമുക്ക് പഠിക്കാനില്ല ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കുകളിൽ. 2019 പുറത്തിറങ്ങിയ ടെക്സ്റ്റ് ബുക്ക് വേണം നമ്മൾ ഇത് പഠിക്കണമെങ്കിൽ റെഫർ ചെയ്യാനായിട്ട് നമുക്ക് ചോദിക്കാം. കാരണം നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് ഈ ലെവലിലേക്ക് ഉയർന്ന ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് 2019 വരെയുള്ള മലയാളം ടെക്സ്റ്റ് ബുക്ക്, മലയാളം വേർഷൻ ടെക്സ്റ്റ് ബുക്ക് കിട്ടും NCERTയുടെ. അത് ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഈ എക്സാം പ്രിപ്പയർ ചെയ്യാനായിട്ട്. നമ്മുടെ ക്ലാസ്സുകളും അങ്ങനെ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 120 ഡേയ്സ് കൊണ്ട് ഫിനിഷ് ചെയ്യുന്ന പുതിയ ബാച്ച് എൻട്രിയിൽ ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ സ്പെഷ്യൽ മെൻറ്റർഷിപ്പോടുള്ള ബാച്ചുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ള സംശയത്തിന് പ്രസക്തിയില്ല. നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇട്ട് പഠിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രാധാന്യം. സോ നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ഇനിയുള്ള ദിവസങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തയ്യാറായിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെ ലഭ്യമാവും. NCERT ടെക്സ്റ്റ് ബുക്കുകളെയും ഡിഗ്രി ടെക്സ്റ്റ് ബുക്കുകളൊക്കെ മലയാളം വേർഷനിലേക്ക് കൊണ്ടുവന്നുകൊണ്ടുള്ള പഠനമാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അതുപോലെ ചോദ്യപ്പെട്ടി പോലുള്ള ഓരോ പേജിൽ നിന്നുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കും എന്നുള്ളതും ഓർത്തിരിക്കുക. അപ്പോൾ എന്തായാലും ഇവിടെ ആ Z ആക്സിസിലുള്ള പ്ലെയിനിന് ലംബമായിട്ടുള്ള ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ആ പ്രതലത്തിന് ലംബമായിട്ടുള്ള അല്ലെങ്കിൽ പരസ്പരം ലംബമായിട്ടുള്ള പ്ലെയിനിലുള്ള X ആക്സിസിൻ്റെയും Y ആക്സിസിലൂടെയുമുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ സമ്മാണ്. IZ = IX + IY എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് നമുക്കവിടെ വരിക എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി സമാന്തര അക്ഷ സിദ്ധാന്തം അഥവാ പാരലൽ ആക്സിസ് തിയറം എന്ന് പറയുന്നത് എല്ലാ ഷേപ്പിലുള്ള വസ്തുക്കളിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഇവിടെ പാരലലായിട്ടുള്ള സമാന്തരമായിട്ടുള്ള രണ്ട് ആക്സിസുകൾക്കാണ് പ്രാധാന്യം വരുന്നത് അല്ലേ. അപ്പോൾ ഒരക്ഷത്തിലൂടെയുള്ള വസ്തുവിൻ്റെ ജഡത്വാകൂർണനം, ഇപ്പോൾ IZ എന്ന് പറയുന്ന ഒരു ആക്സിസിലൂടെയുള്ള വസ്തുവിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്നത് ദ്രവ്യമാന കേന്ദ്രത്തിലൂടെ അഥവാ സെൻറ്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന സമാന്തര അക്ഷം ആധാരമായുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയിലേക്ക് അതിൻ്റെയും അതുപോലെ മാസിൻ്റെയും അക്ഷങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിൻ്റെയും പ്രോഡക്റ്റിന്
ഈക്വൽ ആണ്. ഒന്നുകൂടി പറയാം, നിങ്ങൾ ആ സെൻറ്റൻസിലേക്ക് പോകണമെന്നില്ല, അവിടെ ബ്രേക്ക് ആയിട്ടുണ്ട് സെൻറ്റൻസ്. ഐ ഇസഡ് ഇസഡ് ആക്സിലൂടെയുള്ള ആ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആക്സിസ് അല്ലോ അക്ഷത്തിലൂടെയുള്ള വസ്തുവിൻ്റെ ഒരു അക്ഷം, ഏതോ ഒരു അക്ഷം, അതിലൂടെയുള്ള വസ്തുവിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടെത്തണമെങ്കിൽ ഐ ഇസഡ് എന്ന് അതിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ വസ്തുവിൻ്റെ സെൻറ്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന സെൻറ്റർ ഓഫ് മാസിലൂടെ, ഇവിടെ ഐ ഇസഡ് ഡാഷ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഐ ഇസഡ് ഡാഷ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഏതോ ഒരു ആക്സിസ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ അതിൻ്റെ ദ്രവ്യമാന കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, പറഞ്ഞത് മാറിപ്പോയിട്ടുണ്ട്, ദ്രവ്യമാന കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ആ ആക്സിസിനെ കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് എന്താണ്, ആ ബോഡിയുടെ മാസും ഈ രണ്ട് ആക്സിസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറും തമ്മിലുള്ള പ്രോഡക്റ്റ്, അതിനാണ് നമ്മൾ ഐ ഇസഡ് ഡാഷ് ഈക്വൽ ടു ഐ ഇസഡ് പ്ലസ് എം എ സ്ക്വയർ എന്നെടുക്കും. ഇതാണ് നമ്മുടെ പാരലൽ ആക്സിസ് തിയറം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറംസ് ആണ് രണ്ടും. പ്ലെയിനിലുള്ള പ്ലെയിൻ സർഫസുകളിൽ മാത്രമാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വരുന്നതെങ്കിൽ ഇത് എനി ഷേപ്പിലുള്ള വസ്തുക്കളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഒരു ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണമെങ്കിൽ അതിന് പാരലായിട്ട് സെൻറ്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ആക്സിനെ കൺസിഡർ ചെയ്തുകൊണ്ട് അതിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് മാസ് ഇൻറ്റു ഈ രണ്ട് ആക്സികൾക്കിടയിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ പർട്ടിക്കുലർ ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടും. ഈ രണ്ട് ഇക്വേഷൻസ് ഉറപ്പായും ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. ഉറപ്പായും നമുക്ക് ക്വസ്റ്റ്യൻസ് അവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. അങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ, ജനറൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചിട്ടുണ്ട് അവിടെ. ഫൈൻഡ് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിംഗ് എബൌട്ട് എനി ഡയമീറ്റർ. ഒരു റിംഗ് എടുക്കുന്നു, അതിൻ്റെ ഏതെങ്കിലും ഒരു ഡയമീറ്ററിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, moment of inertia of ring about their any diameter, given that moment of inertia of ring about the axis through the center is mr square. അതായത് ഈ സെൻറ്ററിലൂടെയുള്ള ഒരു ആക്സിസ് കൺസിഡർ ചെയ്താൽ നമുക്ക് അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, mr സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. mr സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് തരണം നിർബന്ധമൊന്നുമില്ല, കാരണം നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ കംപ്ലീറ്റ് വൃത്തിക്ക് പഠിച്ചെങ്കിൽ മാത്രമാണ് ഇതിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുക. നമുക്ക് അതിലേക്ക് വരാൻ നിങ്ങൾ അറിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഓൾറെഡി. ഇല്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് അത് പഠിക്കണം, നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റിങ്ങിൻ്റെ ഡയമീറ്ററിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. അതിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ mr സ്ക്വയർ എന്ന് നമുക്ക് തന്നിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും, I ഈക്വൽ ടു mr സ്ക്വയർ എന്ന് എടുത്തു ബൈ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറമാണ്. നോക്കിക്കേ, ഡയമീറ്ററിലുള്ളത് കാണണം അല്ലേ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മുകളിലേക്കുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് എക്സ് ആക്സിസും വൈ ആക്സിസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, അതിൻ്റെ ഡയമീറ്റർ തന്നെയല്ലേ. എക്സ് ആക്സിസും വൈ ആക്സിസും ഡയമീറ്റർ തന്നെയാണ്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വെച്ചിട്ട് ഇസഡ് ആക്സിസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എക്സ് ആക്സിലൂടെ ഉള്ളതിനും വൈ ആക്സിലൂടെ ഉള്ളതിനും സെയിം ആയിട്ടാണ് വരുന്നതെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ സമ്മിന് സെയിം ആയിട്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഐ എക്സ് പ്ലസ് ഐ വൈ ഈക്വൽ ടു ഐ ഇസഡ് എന്നുള്ളതാണ് നമ്മളുടെ ബേസിക് കൺസെപ്റ്റ്. ഇവിടെ എക്സ് ആക്സിലൂടെയും വൈ ആക്സിലൂടെയും കടന്നു പോകുന്ന അതിൻ്റെ ഡയമീറ്ററിലൂടെ തന്നെ ആയതുകൊണ്ട് ഐ ഡി പ്ലസ് ഐ ഡി ഈക്വൽ ടു ഐ ഇസഡ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ ഐ ഡി ഡയമീറ്ററിലൂടെ ഉള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഐ ഇസഡ് ആക്സിലൂടെ ഉള്ളത് തന്നിട്ടുമുണ്ട്. ദെൻ 2id ഈക്വൽ ടു ഐ എന്ന് കിട്ടും അല്ലേ. അതായത് 2id ഈക്വൽ ടു ഇവിടുത്തെ ഐ ഇസഡ് എന്ന് പറയുന്നത് എത്രയാ, mr സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ദെൻ mr സ്ക്വയർ എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റും. അവിടുന്ന് ഐ ഡി കണ്ടുപിടിക്കാമല്ലോ. ഐ ഡി എന്ന് പറഞ്ഞാൽ I/2 അല്ലെങ്കിൽ mr സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. കണ്ടോ, ഡയമീറ്ററിലൂടെ ഉള്ളത് mr സ്ക്വയർ ബൈ 2 ആണ്. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വെച്ചിട്ടോ പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ടോ നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാം. വളരെ സിമ്പിളായിട്ട് 1 മിനിറ്റിൽ സോൾവ് ചെയ്യാൻ ടൈപ്പ് ക്വസ്റ്റ്യൻസേ വരാറുള്ളൂ സാധാരണ ഇതിൽ PSC എക്സാമുകളിൽ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. കാരണം ആകെ ആ ഇക്വേഷൻ കൺസെപ്റ്റും പഠിച്ചിരുന്നാൽ മാത്രം മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇനി നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കേണ്ട സാധനം, നിശ്ചിത ആകൃതിയിലുള്ള ചില വസ്തുക്കളുടെ ജഡത്വാകൂർണനം അഥവാ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടെത്താനായിട്ടുള്ള ഇക്വേഷൻസ് നമ്മൾ കാണാതെ പഠിക്കണം. നിങ്ങൾ 6 റേഡിയസ് ഉള്ള അല്ലെങ്കിൽ 6 ആരമുള്ള കനം കുറഞ്ഞ ഒരു വളയം, ഒരു തിൻ സർക്കുലർ റിങ്, കട്ടി കുറഞ്ഞൊരു വള ഓർത്താൽ മതി. അതിൻ്റെ റേഡിയസ് 6 ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ആ പ്രതലത്തിന് ലംബമായി മധ്യഭാഗത്ത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസ് അല്ലേ, പ്രതലത്തിന് ലംബമായി റിങ് എടുക്കുന്നു. ആ റിങ്ങിനകത്തൂടെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസ് കൺസിഡർ ചെയ്യുന്നു. പെർപെൻഡിക്കുലർ ആയിട്ട് റിങ്ങിന് പെർപെൻഡിക്കുലർ ആയിട്ട് സെൻറ്ററിലൂടെയുള്ള ആ ഒരു ആക്സിസ് കൺസിഡർ ചെയ്യുന്നു. ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സെൻറ്ററിലൂടെയുള്ള ആ ആക്സിസ്.
അങ്ങനെയുള്ള റിങ്ങിൻ്റെ സെൻറ്ററിലൂടെയുള്ള ആക്സിസിലൂടെ പെർപെൻഡിക്കുലറായിട്ട് കടന്നു പോകുന്ന ആക്സിസിലൂടെയുള്ള മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ mr² ആണ് എന്ന് ജനറലി ഓർത്തിരിക്കാം. വളരെ സിമ്പിളാണ്, കാരണം mr² ജനറൽ ഇക്വേഷനാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നറിയാമോ? ഈ സെൻറ്ററിൽ നിന്ന് ഈ റിങ്ങിൽ ഏത് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും നോക്കിയാലും അത് എത്ര തന്നെയാണ്? 6 തന്നെയാണ്. കണ്ടോ, എല്ലാത്തിൻ്റെയും ഡിസ്റ്റൻസ് 6 തന്നെയാണ്. എല്ലാം 6 ഡിസ്റ്റൻസിലായിരിക്കുന്നത്. എല്ലാ പാർട്ടിക്കിൾസും ഒരേ ഡിസ്റ്റൻസിലാണ്, ഈക്വൽ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് mr² വന്നിട്ടുണ്ട്. ഇനി ഇതേ സാധനത്തിൻ്റെ തന്നെ ഡയമീറ്ററിലൂടെയുള്ള മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം. ഇപ്പോൾ റിങ്ങിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുണ്ടായിരുന്ന ആക്സിസിന് പകരം ഡയമീറ്ററിലൂടെയുള്ള കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ഒന്നും ഓർക്കണ്ട, ഈ ഫിഗർ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. നിങ്ങൾ ഈ വളയത്തെ പകുതിക്ക് മുറിക്കുന്ന പോലെയല്ലേ, അപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന ആ വാല്യൂവിൻ്റെ പകുതി വരുമെന്ന് ഓർത്താൽ മതി. mr²/2 ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട വാല്യൂസാണ്. ഒരു വളയത്തിൻ്റെ സെൻറ്ററിലൂടെയുള്ള ആക്സിസ് ആണെങ്കിൽ അതിന് mr²ഉം അതിൻ്റെ ഡയമീറ്ററിലൂടെയുള്ള ആക്സിസ് ആണെങ്കിൽ mr²/2 ആയിരിക്കും എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ ഓർത്തിരിക്കാം. ഇനി L നീളമുള്ള കനം കുറഞ്ഞ ഒരു റോഡ് എടുത്തു കഴിഞ്ഞാൽ, ഒരു L നീളമുള്ള ഒരു റോഡ്, നമ്മളൊരു സ്കെയിൽ പോലത്തെ ഒരു റോഡ് എടുത്തിരിക്കുന്നു. ആ റോഡിൻ്റെ ദണ്ടിന് ലംബമായിട്ടുള്ള മധ്യഭാഗത്ത്, അതായത് സെൻറ്ററിലൂടെ ഇങ്ങനെയുള്ളൊരു ആക്സിസ് കൺസിഡർ ചെയ്യുന്നു. ആ റോഡിൻ്റെ സെൻറ്ററിലൂടെയുള്ള ഒരു ആക്സിസ് കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം, ml²/12. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലെ ടേബിളായിട്ട് കൊടുത്തിരിക്കുന്ന വാല്യൂസ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ml²/12 ആണ്. ഇനി ഇതേ റിങ്ങിന് പകരം നമ്മൾ, റിങ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ആ ചുറ്റും മാത്രമേ ഉള്ള സാധനം, പക്ഷെ ഒരു ഡിസ്ക് എടുക്കുന്നു. ഡിസ്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് മാറ്റർ ഉണ്ട്. മാത്രവുമല്ല ഓരോ പാർട്ടിക്കിൾസും ഓരോ സ്ഥലത്തായിരിക്കുന്നത്. അതിന് സെൻറ്റർ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. R1 R2 എക്സെട്ര അങ്ങനെ പല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് mr² വരത്തില്ല. നിങ്ങൾ ഓർത്തിരിക്കാൻ എളുപ്പമൊഴിക്കാൻ പറയാം, റിങ്ങിൻ്റെ mr² ആയിരുന്നു. അതിനെ പകുതിക്ക് മുറിക്കുന്ന രീതിയിൽ ഡയമീറ്ററിലൂടെ എടുക്കുമ്പോൾ mr²/2 വന്നു. ഈ റിങ്ങിൻ്റെ സാധനത്തിൻ്റെ പകുതിയേ ഉള്ളൂ ഡിസ്കിന് എന്ന് ഓർത്തിരിക്കുക. റിങ്ങിൻ്റെ അത്ര ഇല്ല, റിങ്ങിൻ്റെ പകുതിയേ ഉള്ളൂ ഡിസ്കിന് എന്ന് ഓർത്തിരിക്കുക മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ വ്യത്യാസം കാരണമൊക്കെയാണ്. അപ്പം മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതും മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂവിനെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഡിസ്റ്റൻസ്, മാസിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളതും ആക്സിസ് എവിടെയാണെന്നുള്ളതും ഒക്കെ അതിൻ്റെ ഷേപ്പും ഒക്കെ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. mr²/2 ആണ് ഡിസ്കിൻ്റെ ആക്സിസ് സെൻറ്റർ, പ്ലെയിനിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ട് സെൻറ്ററിലൂടെ പോകുന്ന ആക്സിസ് എടുത്താൽ mr²/2 ആണ്. ഇനി ഇതേ ഡിസ്കിൻ്റെ ഡയമീറ്ററിലൂടെയുള്ള ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ mr²/4 ആണ്. mr²/4 കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സെൻറ്ററിൽ നിന്ന് ഡയമീറ്ററിലോട്ട് വരുമ്പോൾ പകുതി ഡിവൈഡ് ചെയ്യുന്ന പോലെ അല്ലേ, ഡിവൈഡ് ചെയ്യുന്ന ഓൾറെഡി ഉള്ള വാല്യൂൻ്റെ പകുതി വരും. mr²/4 ആണെന്നും ഓർത്തിരിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ അടുത്ത സിലിണ്ടറാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ പറയുന്ന വളക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ വളകൾ ഇങ്ങനെ മുകളിലോട്ട് ഒരു കോലിൽ അടുക്കി വെച്ചിരിക്കുന്ന കാണാൻ പറ്റും അല്ലേ. ഈ റിങ് ആയിട്ടുള്ള വള ഷേപ്പുള്ള സാധനം മുകളിലോട്ട് അടുക്കി വെച്ച് കഴിയുമ്പോൾ അവർ ഏത് ഷേപ്പ് ഫോം ചെയ്തു? അവർ സിലിണ്ടറിക്കൽ ഷേപ്പ് ഫോം ചെയ്തു. ആൻഡ് ദാറ്റ് പർട്ടിക്കുലർ സിലിണ്ടർ എന്ന് പറയുന്നത് എന്താണ്? ഹോളോ സിലിണ്ടർ. അതിൻ്റെ അകത്തൊന്നുമില്ല, പൊള്ളയായ സിലിണ്ടറാണ്. ആ പൊള്ളയായ സിലിണ്ടറിൻ്റെ അകത്തൂടെയുള്ള സെൻറ്ററിൽ കൂടിയുള്ള ഒരു ആക്സിസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ റിങ്ങിൻ്റെ എന്തായിരുന്നോ, റിങ് ചേർന്നിട്ടിരിക്കുന്നതല്ലേ ഈ പൊള്ളയായ സിലിണ്ടർ. അപ്പോൾ റിങ്ങിൻ്റെ അതേ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയാണ്. റിങ്ങിൻ്റെ അതേ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയാണ് സിലിണ്ടറിന്. mr² ആണ് അതിൻ്റെ വാല്യൂ. ഇനി ഇതേ സിലിണ്ടർ അകത്ത് മാറ്റർ ഉള്ള രീതിയിൽ, അഥവാ നമ്മുടെ ഡിസ്കുകളില്ലേ, നമ്മുടെ CD DVD ഒക്കെ ഇങ്ങനെ മുകളിൽ അടുക്കി കഴിയുമ്പോൾ അതിൻ്റെ ടോപ്പ് പോർഷൻ ഇങ്ങനെ ഫില്ല് ചെയ്തല്ലേ ഇരിക്കുക. സോ അതിനകത്ത് മാറ്റർ ഉണ്ട്. എന്താണോ ഡിസ്കിൻ്റെ വാല്യൂ, ഡിസ്കുകൾ കൂടി ചേരുന്നുണ്ടാകുന്ന സോളിഡ് സിലിണ്ടർ, ഖര സിലിണ്ടർ, സോളിഡ് സിലിണ്ടറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഡിസ്കിൻ്റെ അതേ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ആയിരിക്കും, mr²/2 ആയിരിക്കും. ഇനി നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വാല്യൂ സ്പെറിക്കൽ ഷേപ്പിലുള്ള ബോഡിയുടെ 2/5 mr². ഇത് കാണാൻ പഠിക്കണം. ആകെ നിങ്ങൾ റോഡിൻ്റെ ml²/12ഉം സ്പിയറിൻ്റെ 2/5 mr² പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം പരസ്പരം റിലേറ്റഡ് ആണ്. ഇത് ഓർത്തിരിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഈ വാല്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വളരെ പ്രാധാന്യത്തോടുകൂടി ഇത് പഠിക്കുകയും വേണം. അപ്പം മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനകത്തെ ചെറിയൊരു ഏരിയ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഓറിയൻ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. അത്തരം ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആപ്പിൽ ലഭ്യമാണ്. 120 ഡേയിലെ സ്റ്റഡി പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ്സുകൾ ജോയിൻ ചെയ്യണമെങ്കിൽ എത്രയും പെട്ടെന്ന് എൻ്റെ കോൺടാക്ട് ചെയ്യുക. ഏറ്റവും മികച്ച രീതിയിൽ നമ്മളത് കണ്ടക്ട് ചെയ്ത് പോകുന്നുണ്ട്. ചോദ്യപ്പെട്ടി പോലുള്ള അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.